Hi everybody, Value Added Courses, University of Calicut. The title of paper is Forming Literary and Cultural Narratives for Sciences. So in this paper, today we are going to discuss the chapter An Excerpt from Ambedkar, Makers of India. So when we come to this chapter, it's clear that this is a notable book written by Ramachandra Guha. Ramachandra Guha is a notable Indian historian. സോ ശ്രദ്ധേയനായ ഇന്ത്യൻ ചരിത്രകാരനായ ഹിസ്റ്റോറിയനായ രാമചന്ദ്ര ഗുഹ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, അതാണ് ഈ പറയുന്ന മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരെക്കുറിച്ചിട്ടുള്ള ഭാഗമാണ്? അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19 വ്യക്തികളെക്കുറിച്ച്, അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ തനതായ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ള ഒരു 19 മഹത് വ്യക്തികളെക്കുറിച്ച്, 19 പേരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ അതിൽ ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. So now let's discuss the chapter Excerpt from Ambedkar, The Makers of Modern India. Makers of Modern India is a book by Ramachandra Guha that profiles 19 influential Indians who shaped the country's history and modern identity. സോ ഇന്ത്യയുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ മോഡേൺ ഐഡൻറ്റിറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ തനതായ പങ്കുവഹിച്ച, വ്യക്തിമുദ്ര പതിപ്പിച്ച, അതല്ലെങ്കിൽ അതിനൊക്കെ ഷേപ്പ് ചെയ്ത ഒരു 19 ഇൻഫ്ലുവൻഷ്യൽ ഇന്ത്യൻസിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. എഴുതിയിട്ടുള്ളത് രാമചന്ദ്ര ഗുഹ. It tells the stories of reformers who fought for social change, nationalists who led the freedom struggle, activists who advocated for rights, cultural icons who contributed to India's heritage. അപ്പോൾ ഈ ഒരു ബുക്കിൽ ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ടെൽസ് ദ സ്റ്റോറീസ് ഓഫ് റിഫോമേഴ്സ് ഹു ഫൗട്ട് ഫോർ സോഷ്യൽ ചേഞ്ച്, സാമൂഹികപരമായ മാറ്റത്തിനു വേണ്ടി പോരാടിയ റിഫോമേഴ്സ്. അതുപോലെ നാഷണലിസ്റ്റ് ഹു ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ലീഡ് ചെയ്ത നാഷണലിസ്റ്റുകൾ. അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ് ഹു അഡ്വക്കേറ്റഡ് ഫോർ റൈറ്റ്സ്, അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച പോരാടിയ ആക്ടിവിസ്റ്റുകൾ, കൾച്ചറൽ ഐക്കൺസ്. അപ്പോൾ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ ഹെറിറ്റേജിൽ, ഇന്ത്യയുടെ ആ ഒരു പൈതൃകത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തിലൊക്കെ ഇത്രയും ആൾക്കാരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ദ മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. സോ അതിലുള്ള അംബേദ്കറിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മളിതിനെ ഒരു 13 പോയിൻറ്റ്സുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. നോക്കാം. സി ദ ഫസ്റ്റ് പോയിൻറ്റ്, അംബേദ്കേഴ്സ് റോൾ. എ ലൈഫ് ലോങ് ദളിത് റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, Ambedkar became India's first law minister and led the drafting of the constitution. സോ അംബേദ്കർ എന്ന് പറയുന്നത് ദളിത് റൈറ്റ് ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്ററാണ്. ആൻഡ് ലെഡ് ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപകൽപ്പന എഴുതിയ വ്യക്തി കൂടിയാണ് അംബേദ്കർ. സി ദ നെക്സ്റ്റ് പോയിൻറ്റ്, വ്യൂസ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. He defended the constitution as uniquely adapted to India's needs, not blindly copied. അപ്പോൾ ഇതിൽ അദ്ദേഹം ഒരിക്കലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബ്ലൈൻഡ്ലി കോപ്പി ചെയ്ത് ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒരു ജസ്റ്റ് ഫോട്ടോ കോപ്പി ആയിട്ടല്ല അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപകൽപ്പന ചെയ്തത് എന്ന് പറയുകയാണ്. ഹി മെയ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് യുണീക്ക്ലി അഡാപ്റ്റഡ് ടു ഇന്ത്യാസ് നീഡ്സ്. അതായത് ഇന്ത്യയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട്, കണ്ടറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ രൂപകൽപ്പന ചെയ്തതെന്ന് പറയുകയാണ്. Borrowing from the Government of India Act 1935 was for practical reasons. അപ്പോൾ അതിൽ 1935, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അതിലുള്ള കുറച്ച് കാര്യങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്, ബോറോ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ജസ്റ്റ് പ്രാക്ടിക്കൽ റീസൺസ് എന്ന് പറയുന്നത്. അതിൻ്റേതായുള്ള ചില പ്രാക്ടിക്കൽ റീസൺസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കുറച്ച് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ രൂപകൽപ്പന ചെയ്ത സമയത്ത് ബോറോ ചെയ്തത് എന്ന് പറയുന്നത്.
സ്റ്റേറ്റഡ് ദാറ്റ് ബേസിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയാസ് ആർ യൂണിവേഴ്സൽ ആൻഡ് ക്യാൻ ബി ഷെയർഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയാസ് ആർ യൂണിവേഴ്സൽ ആൻഡ് ക്യാൻ ബി ഷെയർഡ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയാസ് എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലാണ്, എല്ലായിടത്തും സെയിം തന്നെയാണ്, ഒന്ന് തന്നെയാണ്. സോ അതുകൊണ്ട് പങ്കുവെക്കുന്നത് ഇറ്റ് ക്യാൻ ബി ഷെയർഡ്, നമുക്ക് പങ്കുവെക്കാം, അതായത് അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയാസ് എന്ന് പറയുന്നത് സാർവത്രികമാണ്, യൂണിവേഴ്സലാണ്. കാരണം അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ അത് യൂണിവേഴ്സലാണ് എന്ന് പറയുകയാണ്. ദെൻ ദ നെക്സ്റ്റ് പോയിൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. മൊറാലിറ്റി എന്ന് വെച്ചാൽ ധാർമ്മികത എന്നുള്ളൊരു മീനിങ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണലിൻ്റെ ധാർമ്മികത എന്താണെന്ന് നോക്കാം. എംഫസൈസ്ഡ് ദ നീഡ് ഫോർ റെസ്പെക്ട് ടുവേർഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾസ് ആൻഡ് ലോഫുൾ ബിഹേവിയർ. അപ്പോൾ ഇത് സ്ട്രെസ് കൊടുത്തത് ദ നീഡ് ഫോർ റെസ്പെക്ട് ടുവേർഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾസ് അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലോഫുൾ ബിഹേവിയർ അതൊക്കെ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഇത് ഒരു എംഫസൈസ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. പീപ്പിൾ മസ്റ്റ് അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈവൻ വെൻ ദേ ഡിസഗ്രി വിത്ത് ഇറ്റ്. അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണം, അഗ്രി ചെയ്യണം, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടേ പെരുമാറാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എതിർപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു വലിയൊരു മൊറാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വലിയൊരു വാല്യൂ ഉണ്ട് എന്ന് പറയുകയാണ്. ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഗവൺമെൻറ് സ്ട്രക്ചർ. അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് ഷുഡ് ബി റിട്ടൺ into the constitution to ensure stability. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് അതൊക്കെ എഴുതിയിട്ടുള്ളത് ദാറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപകൽപ്പന ചെയ്ത സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ടു എൻഷുർ സ്റ്റെബിലിറ്റി, ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ആർഗ്യൂഡ് ദാറ്റ് ഇന്ത്യ ന്യൂ ടു ഡെമോക്രസി മസ്റ്റ് ലേൺ ടു റെസ്പെക്ട് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ്. അപ്പോൾ ഇന്ത്യ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പുതിയ ഒരു ഡെമോക്രസി കിട്ടിയ പുതിയൊരു രാജ്യം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ തീർച്ചയായിട്ടും മസ്റ്റ് ലേൺ ടു റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, ആ ഒരു കാര്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുകയാണ്. ദെൻ ദ നെക്സ്റ്റ് പോയിൻറ്റ്, ക്രിറ്റിസിസം ഓഫ് വില്ലേജ് സിസ്റ്റം. നോക്കാം. റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി. അപ്പോൾ ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് വില്ലേജ് പഞ്ചായത്തുകളാണ് എന്നുള്ളൊരു ഐഡിയ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. ക്രിട്ടിസൈസ്ഡ് ഇന്ത്യൻ വില്ലേജസ് ആസ് ബാക്ക്വേർഡ്സ്, നാരോ മൈൻഡഡ് ആൻഡ് സോഷ്യലി ഡിവിസീവ്. അതായത് ഇന്ത്യൻ വില്ലേജുകളെ ഈ പറഞ്ഞതുപോലെ ബാക്ക്വേർഡ്, അതല്ലെങ്കിൽ നാരോ മൈൻഡഡ്, ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർ, അതല്ലെങ്കിൽ സോഷ്യലി ഡിവിസീവ്, അതായത് സോഷ്യലി ഭിന്നിപ്പിക്കുക, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളോടൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. അഡ്വക്കേറ്റഡ് ദ ഇൻഡിവിജ്വൽ ആസ് ദ ട്രൂ യൂണിറ്റ് ഓഫ് ഡെമോക്രസി. അതിനൊക്കെ പകരം അദ്ദേഹം ഡെമോക്രസിയുടെ ഒരു ട്രൂ യൂണിറ്റായിട്ട് കണ്ടത് ഇൻഡിവിജ്വലിനെയാണ് എന്ന് പറയുകയാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, ഓൺ സെൻട്രലൈസേഷൻ. അക്നോളജ്ഡ് ദാറ്റ് മോഡേൺ കണ്ടീഷൻസ് സ്ട്രെങ്തൻ സെൻട്രൽ ഗവൺമെൻറ്റ്സ്. ഈ പറയുന്ന പോലെ തന്നെ പല മോഡേൺ കണ്ടീഷനും അത് സെൻട്രൽ ഗവൺമെൻറ്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് പറയുകയാണ്. അത് അഡ്മിറ്റ് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു. വാണ്ട് ദാറ്റ് ടു മച്ച് സെൻട്രൽ പവർ കുഡ് ബി ഡേഞ്ചറസ്. പക്ഷേ ഈ സെൻട്രൽ പവർ അത് ടു മച്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് എന്ന് വാൺ ചെയ്തു. ബാലൻസ് ഈസ് എസെൻഷ്യൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ബാലൻസ് വേണം. സെൻട്രൽ പവർ അതുപോലെ തന്നെ സ്റ്റേറ്റ് പവർ, ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോകുമ്പോഴേ നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവുള്ളൂ എന്ന് പറയുകയാണ്. ഒന്നിൻ്റെ തലയിൽ കയറി നിൽക്കുന്ന രീതിയിൽ ആകരുത്, ഒരു ബാലൻസ് എല്ലായിടത്തും വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ ദ നെക്സ്റ്റ് പോയിൻറ്റ്, സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നോക്കാം. പ്രൊവിൻഷ്യൽ അസംബ്ലീസ്, അതായത് പ്രാദേശികമായ അസംബ്ലീസ്, ലോക്കൽ അസംബ്ലീസും കാര്യങ്ങളൊക്കെ, റൈസ്ഡ് നോ സീരിയസ് ഒബ്ജെക്ഷൻസ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറക്കിയ സമയത്ത്, രൂപകൽപ്പന ചെയ്ത സമയത്ത് അധിക എതിർപ്പുകളൊന്നും ഒബ്ജെക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. പ്രൊവിൻഷ്യൽ അസംബ്ലീസിൽ നിന്നും ഈ പറയുന്നത് പോലെ സീരിയസ് ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് ഒന്നും റൈസ് ചെയ്തില്ല. ബൂസ്റ്റിംഗ് അംബേദ്കേഴ്സ് കോൺഫിഡൻസ്. അപ്പോൾ അതൊക്കെ അംബേദ്കറിൻ്റെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്തു.
believed the constitution was strong, flexible and suited for both പീസ് ആൻഡ് ക്രൈസിസ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ സ്യൂട്ടഡ് ഫോർ ബോത്ത് പീസ് ആൻഡ് ക്രൈസിസ്. അപ്പോൾ അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാനായിക്കോട്ടെ ഒക്കെ സ്യൂട്ടാണ് എന്നുള്ള രീതിയിലേക്ക് അത് വന്നു. അല്ലെങ്കിൽ ആ ഒരു ചിന്ത അംബേദ്കറിലും ഉണ്ടാക്കി സൊസൈറ്റിയിലും. ബ്ലെയിമഡ് പൊട്ടൻഷ്യൽ ഫെയിലിയർ ഓൺ പുവർ ലീഡർഷിപ്പ്, നോട്ട് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലെയിംഡ് പൊട്ടൻഷ്യൽ ഫെയിലിയർ ഓൺ പുവർ ലീഡർഷിപ്പ്, അതായത് ലീഡർഷിപ്പ് ആര് ലീഡ് ചെയ്തു അവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റൊക്കെ ഉണ്ട്. നോട്ട് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ആ ഒരു ഫെയിലിയർ വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ആ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് ആരാണോ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ലീഡർഷിപ്പിൽ ആരാണോ ഉള്ളത്, അപ്പോൾ ആ ഒരു പുവർ ലീഡർഷിപ്പിനെ നമുക്ക് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം. ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബെസ്റ്റ് എന്ന് പറയുകയാണ്. The next point, acknowledgements. Credited Sir B.N. Rao, drafting committee members, S.N. Mukherjee and supporting staff for their efforts. അപ്പോൾ ഇതൊക്കെ അവരുടെ എഫേർട്ട് എത്രത്തോളം ഉണ്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അവരുടെ എഫേർട്ടിനെ കാണിക്കുന്ന വരികളാണ്. ആൻഡ് അപ്രിഷിയേറ്റഡ് ഡൈവേഴ്സ് വോയിസസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലായിക്കോട്ടെ ഒരു ഡൈവേഴ്സ് വോയിസ് അവിടെ വന്നു എന്ന് പറയുകയാണ്. അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു ഇൻക്ലൂസീവ് മെത്തേഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ദ കോൺഗ്രസ് പാർട്ടീസ് ഓർഗനൈസിങ് റോൾ, ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ റോള് ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുകയാണ്. ദെൻ ദ നെക്സ്റ്റ് പോയിൻറ്റ്, ക്രിട്ടിക്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ചില ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്തും കുറച്ച് ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. എക്സ്പ്ലെയിൻഡ് ദാറ്റ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ക്രിട്ടിസൈസ്ഡ് ഇറ്റ് ഫോർ ഐഡിയോളജിക്കൽ റീസൺസ്. അപ്പോൾ അതിലിപ്പോൾ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകൾ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകൾ ഇവരൊക്കെയാണ് ക്രിറ്റിസിസമായിട്ട് വന്നത്. ക്രിട്ടിസൈസ്ഡ് ഇറ്റ് ഫോർ ഐഡിയോളജിക്കൽ റീസൺ. അപ്പോൾ അത് അവരുടേതായുള്ള പ്രത്യേക ശാസ്ത്രപരമായുള്ള കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ റീസൺ കൊണ്ട് മാത്രമായിരുന്നു എതിർത്തിരുന്നത്, നോട്ട് ഫ്ലോസ്, അതായത് കുറവുകൾ കൊണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോഴൊക്കെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ വാനോളം പുകഴ്ത്തുക തന്നെയാണ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലക്റ്റഡ് ദ വിൽ ഓഫ് ദ മെജോറിറ്റി, നോട്ട് എക്സ്ട്രീം ഫാക്ഷൻസ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് ഒരു മെജോറിറ്റി അംഗീകരിച്ചൊരു കാര്യമായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഒരു പോസിറ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊരു മെജോറിറ്റി അംഗീകരിച്ച കാര്യങ്ങളായിരുന്നു. നോട്ട് എക്സ്ട്രീം ഫാക്ഷൻസ്, അത് എന്തുണ്ടാക്കിയില്ല, ഈ ഫാക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലഹം, പ്രശ്നങ്ങളാണ്. നോട്ട് എക്സ്ട്രീം ഫാക്ഷൻസ്, അപ്പോൾ അധികം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള കലഹങ്ങളൊന്നും അത് ഉണ്ടാക്കിയില്ല എന്ന് പറയുകയാണ്. ദാറ്റ് മീൻസ് എവറിബഡി, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ദേ അക്സെപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പോസിറ്റീവ് സൈഡ്സ്. The next point, warning against hero worship. Urged citizens to respect but also questions leaders. അതായത് വേർഷിപ്പ് എന്ന് വെച്ചാൽ ആരാധിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ അതല്ലെങ്കിൽ ലീഡേഴ്സിനെയൊക്കെ ആരാധിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനൊരു വാർണിംഗ് നൽകിയെന്ന് പറയുകയാണ്. അതായത് അർജ്ഡ് സിറ്റിസൺസ് ടു റെസ്പെക്റ്റ് ബട്ട് ആൾസോ ക്വസ്റ്റ്യൻ ലീഡേഴ്സ്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാം, കാരണം അവർ മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ മുന്നിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷേ ആൾസോ ക്വസ്റ്റ്യൻ ലീഡേഴ്സ്, അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും വേണം. അവർ വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ജനങ്ങളാണ് ലീഡേഴ്സ് ആക്ച്വലി. സെറ്റ് ബ്ലൈൻഡ് വേർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി ക്യാൻ ഡിസ്ട്രോയ് ഡെമോക്രസി. അപ്പോൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോടോ പൊളിറ്റിക്കൽ ലീഡറിനോടോ ഉള്ള അന്ധമായ ആരാധന, ബ്ലൈൻഡ് വേർഷിപ്പ്, അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹികപരമായ അസമത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡെമോക്രസിയെ നശിപ്പിക്കും എന്ന് പറയുകയാണ്. Then the next point, democracy needs more than voting. നോക്കാം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ആർ എസെൻഷ്യൽ പില്ലേഴ്സ്. അപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഒരു മെയിൻ പില്ലേഴ്സായിട്ട് പറയുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. 1 ലിബർട്ടി, 2 ഇക്വാലിറ്റി, 3 ഫ്രറ്റേണിറ്റി. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ആർ നെസസറി ടു സപ്പോർട്ട് പൊളിറ്റിക്കൽ ഡെമോക്രസി. അതായത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി, സാമ്പത്തികപരമായും അതുപോലെ തന്നെ സാമൂഹികപരമായുമുള്ള തുല്യത, ഇക്വാലിറ്റി, ദാറ്റ് ഈസ് നെസസറി ടു സപ്പോർട്ട് പൊളിറ്റിക്കൽ ഡെമോക്രസി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യാൻ ഈ 2 കാര്യങ്ങളും അത്യാവശ്യമാണെന്ന് പറയുകയാണ്. 1 എക്കണോമിക് ഇക്വാലിറ്റിയാണ്, രണ്ടാമത്തത് സോഷ്യൽ ഇക്വാലിറ്റിയാണ്. Then the next point, call for social unity. Highlighted caste divisions as a major obstacle to നേഷണൽ യൂണിറ്റി. അതായത് കാസ്റ്റ് ഡിവിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങൾ,
അതൊക്കെ. അപ്പോൾ അതൊന്നും നല്ലതല്ല എന്നുള്ള രീതിയിലൊരു കാര്യമാണ് പറയുന്നത്. ഹൈലൈറ്റഡ് കാസ്റ്റ് ഡിവിഷൻസ് ആസ് എ മേജർ ഒബ്സ്റ്റക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടസ്സം, പ്രശ്നം. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഐക്യം അപ്പോൾ അത് ഊട്ടിയുറപ്പിക്കുന്നതിൽ ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നേറുന്നതിനൊക്കെ വിഘാതമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഈ പറയുന്ന കാസ്റ്റ് ഡിവിഷൻസും ജാതിപരമായ വേർതിരിവുകളൊക്കെയാണ് എന്ന് പറയുകയാണ്. urged removal of caste barriers for India to become a true nation. അപ്പോൾ ഇന്ത്യ ഒരു ട്രൂ നേഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ തന്നെ കാസ്റ്റ് ബാരിയേഴ്സൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ ജാതീയപരമായി വിവേചനം ചെയ്യുന്നതിന് എതിരെ ഒക്കെ നിന്നുകൊണ്ടുള്ള ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു അംബേദ്കർ മുന്നോട്ട് വെച്ചത്. ദെൻ ദ ലാസ്റ്റ് പോയിൻറ്റ്, എംപവേൺമെൻറ്റ് ഓഫ് ദി മാർജിനലൈസ്ഡ്. നോക്കാം, എംപവേൺമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മുന്നേറ്റം. സോ മാർജിനലൈസ്ഡ് എന്ന് വെച്ചാലോ ഈ പറയുന്നത് പോലെ തന്നെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാർ, അതാണ് ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ. വാണ്ട് ദാറ്റ് ഇഗ്നോറിങ് ദ നീഡ്സ് ഓഫ് ദ പുവർ ആൻഡ് ഒപ്രസ്ഡ് കുഡ് ലീഡ് ടു അൺറെസ്റ്റ്. ഇവിടെ ഈ അൺറെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥത എന്നുള്ള മീനിങ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ വാണ്ട് ദാറ്റ്, അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ അതുപോലെ തന്നെ അംബേദ്കർ വാണ്ട് ചെയ്തു എന്ത്? ദാറ്റ് ഇഗ്നോറിങ് ദ നീഡ്സ് ഓഫ് ദ പുവർ ആൻഡ് ഒപ്രസ്ഡ്, അതായത് പാവപ്പെട്ട ആൾക്കാരുടെ അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരുടെ അവകാശങ്ങൾ, ആവശ്യങ്ങൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒഴിവാക്കുകയാണ്, അത് കാണാത്ത പോലെ നടിക്കുകയാണ് എങ്കിൽ ദാറ്റ് കുഡ് ലീഡ് ടു അൺട്രസ്റ്റ്, അത് രാജ്യത്തിനെ ഒരു അസ്വസ്ഥതയിലേക്ക് നയിക്കും എന്ന് പറയുകയാണ്. ട്രൂ ഡെമോക്രസി റിക്വയേഴ്സ് എവറി ഡേ ഇക്വാലിറ്റി. അപ്പോൾ ഒരു യഥാർത്ഥമായ ഒരു ഡെമോക്രസി അതിന് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഇക്വാലിറ്റി വേണം എന്ന് പറയുകയാണ്. നോട്ട് ജസ്റ്റ് ലീഗൽ റൈറ്റ്സ്, വെറും ലീഗൽ റൈറ്റ്സ് മാത്രം പോരാ, എവറി ഡേ ഇക്വാലിറ്റി ഉറപ്പുവരുത്തണം എന്ന് പറയുകയാണ്. സോ ഇത്രയും പോയിൻറ്റ്സുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? രാമചന്ദ്ര ഗുഹ. അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ്, നോട്ടബിൾ ഇന്ത്യൻ ഹിസ്റ്റോറിയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ബുക്കിൽ ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ ഒരു കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത, തനതായ രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 19 വ്യക്തികളെ കുറിച്ചിട്ടാണ് ഈ ഒരു ബുക്കിൽ പ്രതിപാദിക്കുന്നത്. സോ അതിൽ ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചാണ് നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യം, ഡോക്ടർ അംബേദ്കർ ആരാണ്, അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയും അദ്ദേഹവും തമ്മിലുള്ള ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഏതൊക്കെ രീതിയിൽ അദ്ദേഹം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, ഏതൊക്കെ മേഖലകളിൽ ആരെയൊക്കെ അദ്ദേഹം ഫേവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം ഭരണഘടനയെ നോക്കിക്കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലുള്ള ഈ അംബേദ്കറിനെ കുറിച്ച് പറയുന്ന ഈ ഒരു ഭാഗം. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ബൈ ഓൾ, താങ്ക് യു.